നമസ്കാരം. മലയാള മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളുമുണ്ട് ഈ കൂട്ടത്തിൽ പ്രതികളാണ്. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ, അതിൽ തന്നെ ദൃശ്യമാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ അഗ്രഗണ്യരാണ്. അതവർ പ്രചരിപ്പിക്കുന്ന രീതി വളരെ സമർത്ഥമായിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള കുരുക്കുകൾ അവർക്ക് വലിയ കാര്യമായി വന്ന് ഭവിക്കാത്ത രീതിയിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ അവർ സമർത്ഥരാണ്. അത് സമ്മതിക്കാതെ തരമില്ല. അതിൽ തന്നെ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് മലയാളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖ ചാനൽ ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന ഏഷ്യാനെറ്റ് ന്യൂസാണ്. അത് പറയാതെ തരമില്ല. കാരണം ഉദാഹരണങ്ങൾ പലതുണ്ട്. ഏഷ്യാനെറ്റിലെ വൈകുന്നേരത്തുള്ള ഒരു പ്രോഗ്രാമുണ്ട്, ഉണ്ണി ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന. ആ പ്രോഗ്രാമിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് വലിയ പടം കൊടുത്ത് താഴെ കാണിക്കുന്നത് മോദി ഇങ്ങനെ തൊഴുതു നിൽക്കുന്നു, മോദി തോറ്റു, പാറ്റകൾ ജയിച്ചു. ഉള്ളിൽ പറയുന്നത് മുഴുവൻ മോദി പാറ്റകളെ തിരിഞ്ഞു നോക്കുന്നില്ല. എന്നിട്ട് അവരത് പിന്നെ അടുത്ത ദിവസം വ്യാഖ്യാനിക്കുന്നത് ജെ പി നദ്ദയ്ക്ക് പാറ്റകളെ കണ്ടപ്പോൾ ചിരിക്കേണ്ടി വന്നത് ഒരു വിജയമായി നമ്മൾ കാണണം, അങ്ങനെ കണ്ടേ മതിയാകുകയുള്ളൂ. അത്തരത്തിലാണ് കേന്ദ്ര സർക്കാരിനെ മുട്ടുമടക്കി പാറ്റകൾ വിറപ്പിക്കുന്നത്, ഡൽഹി വിറപ്പിക്കുന്നു. അത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ അവർ പറയും. അത് വ്യാഖ്യാനങ്ങളായി ഒരു വ്യക്തിയുടെ വ്യാഖ്യാനങ്ങൾ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കും. മറ്റ് വ്യാജ വാർത്തകൾ അവർ അവതരിപ്പിക്കുന്നത് പലപ്പോഴും സത്യത്തെ മറച്ചു വെച്ചുകൊണ്ടാണ്. അതായത് പോലീസുകാരുടെ വാഹനങ്ങൾ, 20 വാഹനങ്ങൾ തകർത്ത വിദ്യാർത്ഥികളെന്ന പേരിൽ തെരുവിലിറങ്ങിയ ഗുണ്ടകളെക്കുറിച്ച് അവർ പറയില്ല. പോലീസുകാർ തിരികെ അവർക്ക് നേരെ നിയമ നടപടികൾ കൈക്കൊള്ളുമ്പോൾ അതിൻ്റെ പേരിലുള്ള വാർത്തകൾ അവർ പ്രചരിപ്പിക്കും. അർത്ഥസത്യം പറയും. പോലീസുകാർ കുട്ടികളെ തല്ലി, ഇത് കുട്ടികളല്ല ഗുണ്ടകളാണെന്നുള്ള സത്യം അവിടെ മറച്ചു വയ്ക്കപ്പെടുന്നു. ഒപ്പം പോലീസുകാർ എന്തിനാണ് തല്ലിയത് എന്നുള്ള വസ്തുതയും അവർ മറച്ചു വയ്ക്കുന്നു. അങ്ങനെയും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കും. അല്ല എങ്കിൽ അവർ പൂർണ്ണമായും സത്യത്തെ അങ്ങ് അവഗണിക്കും. അത്തരത്തിലുള്ള വാർത്തകളും ചെയ്യാറുണ്ട്. ഇതിനും അപ്പുറത്തേക്ക് അവരൊരു പടി കൂടി കടന്ന് അവരുടെ വെബ്സൈറ്റുകളിൽ ഈ കാർഡുകൾ കൊടുക്കുന്ന, ന്യൂസ് കാർഡുകൾ കൊടുക്കുന്നതിൽ സാഹചര്യത്തിൽ നിന്ന് അടർത്തിയെടുത്ത വാക്കുകൾ ഏതെങ്കിലും തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ട് അവർ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉദാഹരണങ്ങൾ പലത്. ആ ഉദാഹരണങ്ങളെല്ലാം എണ്ണി എണ്ണി പറയുവാൻ തുടങ്ങിയാൽ ഇന്നത്തെ ദിവസം തീരില്ല. നാം ഒരു ലൈവ് സ്ട്രീം ഒരു 24 മണിക്കൂർ ചെയ്യേണ്ടി വരും. എന്നാൽ പോലും പിന്നെയും ബാക്കി കിടക്കും അവരുടെ വ്യാജ പ്രചരണങ്ങളുടെ കഥ. ഇതിൽ ഏഷ്യാനെറ്റ് മാത്രമല്ല കുറ്റക്കാർ. റിപ്പോർട്ടർ ഇപ്പോൾ ഏഷ്യാനെറ്റിനെ കവച്ച് വയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. റിപ്പോർട്ടറിൻ്റെ പിന്നെ അടിസ്ഥാനപരമായിട്ട് ഈ മരമുറി മുതലാളി ആയതുകൊണ്ട് അവർക്ക് തന്നെ മരമുറി മുതലാളി എന്ന് ഞാൻ പറഞ്ഞല്ല, ഈ കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞാണ്. അതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ പുറകെ വരുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല എങ്ങനെയാണ് റിപ്പോർട്ടർ മുതലാളി ശരിക്കും മരംകൊത്തിയാകുന്നത് എന്നുള്ളത്. കോടതി പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞല്ല. കേസ് നിലനിൽക്കുമെന്ന് ഹൈക്കോടതിയാണ് പറഞ്ഞത്, ഞാനല്ല. അപ്പോൾ ഏഷ്യാനെറ്റിലേക്ക് തിരിച്ചു വരാം. ഏഷ്യാനെറ്റിനെ പ്രത്യേകമായിട്ട് ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നതെന്ന് പറഞ്ഞാൽ അഗ്രഗണ്യരായി തന്നെ വ്യാജ വാർത്തകളുടെ കാര്യത്തിൽ അഗ്രകേസരികളാണ് നിങ്ങൾ എന്നുള്ള അഭിനന്ദനം അവർക്ക് നൽകുന്നത് പല കാര്യങ്ങളുടെ പുറത്താണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഡൽഹി സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർ പടച്ചുവിടുന്ന വ്യാജ വ്യാഖ്യാനങ്ങളും ആഖ്യാനങ്ങളും മലയാള മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ സമാനതകളില്ലാത്തതാണ്. പക്ഷേ റിപ്പോർട്ടർ അതിനൊപ്പം പിടിക്കുവാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. മീഡിയ വൺ പോലും ഒരുപടി പിന്നിലാണ്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അതിനുള്ള താല്പര്യങ്ങൾ മറ്റൊരു വശത്തേക്കാണ്. കാരണം ഇതിൻ്റെ ഇടയിൽ ജിഹാദ് വരുമോ, ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമാകുമോ, ശരിയ വരുമോ, അന്ത്യനാളിൻ്റെ സൂചനകളൊക്കെ വന്നു തുടങ്ങി. നമ്മുടെ അക്കാഡമിയിൽ പഠിച്ചിറങ്ങിയ അലി അംജദ് അവിടെ പോയി നമ്മുടെ ഒരു ആശയങ്ങളൊക്കെ അവിടെ പ്രഖ്യാപിച്ചിരുന്നു. അതിലാരെങ്കിലും വീണോ, ആരെങ്കിലും അതിനെ പിന്തുടരുന്നുണ്ടോ? ഈ തരത്തിലാണ് അവിടുത്തെ ബൗദ്ധിക ചർച്ചകൾ നടക്കുന്നത്. ഒപ്പം ജനാധിപത്യം മരിച്ചു, മോദി കൊന്നു എന്ന് നെടുവേർപ്പിടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വ്യാജയാഖ്യാനങ്ങളല്ല, അവരുടെ അടിസ്ഥാനപരമായിട്ട് എന്താണോ അവരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് ആ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ്. അത് മുഴുവൻ തെറ്റാണ്, ഉഡായിപ്പാണെന്നൊക്കെ വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. ഈ ഏഷ്യാനെറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, അതിനെ പിന്തുടരാൻ ശ്രമിക്കുന്ന റിപ്പോർട്ടർ പോലുള്ള ചാനലുകളുടെ കാര്യത്തിൽ വരുമ്പോൾ വ്യാജ വാർത്തകൾ തന്നെയാണ്. അത് വാർത്തകളായി അവർ പ്രസിദ്ധീകരിക്കാനോ പ്രക്ഷേപണം ചെയ്യാതിരിക്കാനോ അവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇടയ്ക്കിടെ അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഏതെങ്കിലും ഒരു വാചകം ഉപയോഗിച്ചോ, അല്ലെങ്കിൽ സത്യത്തെ മറച്ചു വെച്ചോ, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു തലക്കെട്ട് നൽകിയിട്ട് ഉള്ളിൽ നേരെ തിരിച്ചുള്ള വിഷയങ്ങൾ ഉദ്ഘോഷിച്ച് അല്ലെങ്കിൽ ഉദ്ധരിച്ച് നെടുവീർപ്പിട്ടോ ഒക്കെയാണ് അവർ ഈ വ്യാജയാഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും സമൂഹത്തിൻ്റെ ഇടയിൽ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. അതിൽ അവർ അഗ്രകേസരികൾ തന്നെയാണ്. അതിനിപ്പോൾ എടുത്തു പറയുവാനുള്ള ഏറ്റവും പുതിയ കാര്യം, RSSൻ്റെ സർസംഘചാലക് മോഹൻജി ഭാഗവത്തിൻ്റെ പേരിൽ ഒരു ന്യൂസ് കാർഡ് ഏഷ്യാനെറ്റ് ന്യൂസ് പ്രസിദ്ധീകരിച്ചിരുന്നു ഈ കഴിഞ്ഞ ദിവസം. അതിൽ പറയുന്നത്, മോഹൻജി ഭാഗവത്തിൻ്റെ ആ ന്യൂസ് കാർഡ് ഞാൻ ഇതിനോടൊപ്പം വാർത്തയോടൊപ്പം പ്രേക്ഷകരെ കാണിക്കാം. അതിൽ പറയുന്ന കാര്യം,
കേട്ടെഴുത്തല്ല, ചർച്ചയാണ് വേണ്ടത്. അജ്ഞതയല്ല വേണ്ടത്, സമവായം. കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം. മോഹൻജി ഭാഗവതിൻ്റെ ഒരു ചിത്രവുമുണ്ട്. തന്നെയുമല്ല, വാർത്തയിൽ മോഹൻജി ഭാഗവത് നീറ്റിനെതിരെയുള്ള ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള പാറ്റകളുടെ സമരത്തെ അനുകൂലിച്ച് പ്രസ്താവന ഇറക്കി എന്നുള്ള രീതിയിലൊരു വ്യാഖ്യാനവും അവർ ചമച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥയൊന്ന് പരിശോധിച്ചാൽ ഇത് അടിസ്ഥാനപരമായിട്ട് ഈ പ്രസ്റ്റിറ്റ്യൂട്ട്സ് എന്നുള്ള മാധ്യമ വ്യഭിചാരികൾ എന്നുള്ള പേരിന് പൂർണ്ണമായും മാധ്യമങ്ങളെ യോഗ്യരാക്കുന്ന തരത്തിലുള്ളൊരു വാർത്താ പ്രചരണമാണ്. അല്ല എന്ന് പറയുവാൻ സാധ്യമല്ല. കാരണം അടിമുടി വ്യാജത നിറഞ്ഞു തുളുമ്പുന്ന ഒരു വാർത്താ സംപ്രേഷണമാണ്, അല്ലെങ്കിൽ ഒരു വാർത്താ പ്രചാരണ രീതിയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഇതിൽ കൈക്കൊള്ളുകയെന്ന് പറയാതെ വയ്യ. അതിൻ്റെ ഒരു സാഹചര്യം ഇതാണ്, ഞാൻ പറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് അടർത്തിയെടുത്ത് വാക്കുകൾ ഉപയോഗിക്കുന്നതിലുള്ള പ്രശ്നം. കാരണം ഇതിൽ ഒരിടത്തും ഏഷ്യാനെറ്റ് ന്യൂസ് പാറ്റകളെ മോഹൻജി ഭാഗവത് അനുകൂലിച്ചെന്നോ ഒന്നും ഈ കാർഡിൽ പറയുന്നില്ല. വാർത്തകളിൽ അവർ അത്തരത്തിലൊരു വ്യാഖ്യാനം തൊട്ടും തൊടാതെയും പറഞ്ഞെങ്കിൽ പോലും. പക്ഷേ പെട്ടെന്ന് ഈ സന്ദർഭത്തിൽ ഇത് വരുമ്പോൾ ഇതെവിടെ വെച്ച് എന്തിന് പറഞ്ഞു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ആ കണ്ടെക്സ്റ്റ് പറയാതെ പറയുമ്പോൾ പാറ്റകളുടെ സമരത്തെ മോഹൻജി ഭാഗവത് അനുകൂലിച്ചു എന്നേ അത് കാണുന്നവർക്ക് തോന്നുകയുള്ളൂ. അത് ഉറപ്പാണ്. അതിനു വേണ്ടി തന്നെയാണ് അവർ ചെയ്തത്. അതിന് ഒരു മറുവാദമില്ല, സംശയമില്ല. വേണമെങ്കിൽ നിയമത്തിൻ്റെ മുൻപിൽ അവർക്ക് പറഞ്ഞു നിൽക്കാം. ഞങ്ങൾ പറഞ്ഞ വാക്കാണ്, അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്, അദ്ദേഹം പറഞ്ഞ വാക്കുകളാണോ? തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. പക്ഷേ എവിടെ എന്തിന് പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ പ്രസക്തം. അത് ഞാൻ പറയാം. സംഭവം ഇത്രയേ ഉള്ളൂ. 2 ദിവസമായി വിശ്വമംഗല്യ സഭ എന്ന ആഗോള വനിതാ സംഘടനയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ ഈ മഹിളാ സമ്മേളനം നടന്നു വരുന്നുണ്ട്. വിശ്വമംഗല്യ സഭ എന്നൊരു സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് കഴിഞ്ഞ 2 ദിവസമായി ഈ വനിതകളുടെ സമ്മേളനം നടന്നു വരികയാണ്. അതൊരു മഹാസമ്മേളനമാണ്. അപ്പോൾ ആ സമ്മേളനത്തിൻ്റെ സമാപന പരിപാടി കഴിഞ്ഞ ദിവസമായിരുന്നു. സമാപന പരിപാടിയിൽ പ്രസംഗിച്ചത് RSSൻ്റെ സർസംഘചാലക് മോഹൻജി ഭാഗവതാണ്. 14 രാജ്യങ്ങളിൽ വേരുള്ള ഏതാണ്ട് 6 ലക്ഷത്തിലും മേൽ അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് വിശ്വമംഗല്യ സഭ. ഈ വിശ്വമംഗല്യ സഭയുടെ ആഭിമുഖ്യത്തിൽ ഡൽഹിയിൽ നടന്നു വരുന്ന മഹിളാ മഹാസമ്മേളനം എന്ന് തന്നെ പറയാം. അതിൻ്റെ സമാപന ചടങ്ങ് നടന്നത് ഡൽഹിയിലെ അംബേദ്കർ ഇൻ്റർനാഷണൽ സെൻറ്ററിലായിരുന്നു. 1000-ഓളം വരുന്ന അംഗങ്ങൾ ഉൾക്കൊണ്ട, അല്ലെങ്കിൽ കാണികൾ, പ്രേക്ഷകർ ഉൾക്കൊണ്ട ഒരു സദസ്സിന് മുൻപിലാണ് മോഹൻജി ഭാഗവത് ഈ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. വിഷയം ഉണ്ടായിരുന്നു അതിന്. യുഗാനുകൂല മാതൃത്വം എന്നുള്ള വിഷയമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിന് പാത്രമായത്, അല്ലെങ്കിൽ വിഷയമായത്. സംഭാഷണം അതിനെക്കുറിച്ചായിരുന്നു, ആ വിഷയത്തെക്കുറിച്ചായിരുന്നു. ആ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ സർസംഘചാലക് മാതൃത്വം ഒരു ശാശ്വത തത്വമാണെന്നും കാലത്തിനനുസരിച്ച് മാറേണ്ടതല്ലെന്നും സൂചിപ്പിച്ചാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത്. ആ പ്രസംഗം തുടരവെയാണ് കുട്ടികളെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചത്. നമ്മുടെ കുട്ടികളുടെ ജിജ്ഞാസകൾക്ക്, ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം നൽകണം. അങ്ങനെ ഉത്തരം നൽകണമെങ്കിൽ നമ്മളും അവർക്കൊപ്പം അറിവ് നേടണം. അജ്ഞതയിലൂടെയോ അടിച്ചേൽപ്പിക്കലിലൂടെയോ അല്ല, സംവാദത്തിലൂടെ, സമന്വയത്തിലൂടെ പുതിയ തലമുറയെ മൂല്യങ്ങളിലേക്കും പാരമ്പര്യബോധത്തിലേക്കും നയിക്കണം. ഡോക്ടർ മോഹൻജി ഭാഗവത് ഇങ്ങനെ പറഞ്ഞതാണ്. ഇരട്ടി വെളുക്കുന്നതിന് മുമ്പ് ഏഷ്യാനെറ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാക്കുകളൊക്കെ ഒരല്പസ്വല്പം മാറ്റിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആ പറയുന്ന വാക്യങ്ങളുടെ ഒരു ആന്തരിക തത്വം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടും ഏഷ്യാനെറ്റ് പറഞ്ഞത് തന്നെയായിരുന്നു. പക്ഷേ അത് പാറ്റകളുടെ സമരത്തെ അനുകൂലിച്ചോ ഒന്നുമല്ല പറഞ്ഞത്. വിശ്വമംഗല്യ സഭ മഹിളാ മഹാസമ്മേളനം ആസൂത്രണം ചെയ്ത് സംഘടിപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളായി. അതിൻ്റെ സമാപന സമ്മേളനത്തിൽ നമ്മുടെ മാതാക്കളെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മാതാവിനെ അഭിസംബോധന ചെയ്താണ് അദ്ദേഹം സംസാരിച്ചത്. കുട്ടികളോട് അവരെ വളർത്തുന്ന രീതിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം കുട്ടികൾ സ്വതവേ ജിജ്ഞാസുക്കളായിരിക്കും. അവരുടെ സംശയം ചോദിക്കുമ്പോൾ, കാരണം പല മാതാപിതാക്കൾക്കും അനുഭവം ഉള്ളതാണ്. അതിൽ ഒരു ഏറ്റവും പ്രചാരമുള്ളൊരു തമാശ, ഞാൻ എങ്ങനെ ഉണ്ടായി അച്ഛാ എന്നുള്ള സംശയത്തിന് മറുപടി നൽകുന്നത്, നീ ഒരു പൂവിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ അച്ഛൻ എങ്ങനെ ഉണ്ടായി? ഞാനും ഒരു പൂവിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആരും ശരിക്കും മര്യാദയ്ക്കുള്ള രീതിയിൽ ജനിച്ചിട്ടില്ലല്ലേ എന്നുള്ള കുട്ടിയുടെ ചോദ്യം വളരെ പ്രസിദ്ധമായൊരു തമാശയാണ്. അത്തരത്തിലുള്ള ജിജ്ഞാസ കുട്ടികളിൽ ഉണ്ടാകും. എനിക്കും നിങ്ങൾക്കുമൊക്കെ ആ ജിജ്ഞാസ ഉണ്ടായിട്ടുണ്ട്. ആ ജിജ്ഞാസയെ മാതാക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ് യുഗാനുകൂല മാതൃത്വം. അതായത് ഈ യുഗത്തിന് ആവശ്യമായ മാതൃത്വം.
യുഗാനുകൂല മാതൃത്വം എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ആ പ്രസംഗം തുടങ്ങുന്നത് മാതൃത്വം ശാശ്വതമായൊരു തത്വമാണ്, കാലത്തിനനുസരിച്ച് മാറേണ്ടതല്ല, മാതൃത്വം എന്ന അടിസ്ഥാന തത്വം. എന്നാൽ കുട്ടികളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് വളരെ മനോഹരമായൊരു പ്രസംഗമാണത്. ആ പ്രസംഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള തർജിമ തത്വമേ ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. ഇത് ഞാൻ പെട്ടെന്നൊരു ചെറിയ തർജിമ തയ്യാറാക്കിയതാണ്. അതിൻ്റെ ആ ഭാഗത്തിൻ്റെ, ഏഷ്യാനെറ്റ് എടുത്ത ഭാഗത്തിൻ്റെ വളരെ മനോഹരമായൊരു പ്രസംഗമാണ്. അദ്ദേഹം പറയുന്ന കാര്യം മാതൃത്വം ശാശ്വതമായൊരു തത്വമാണെന്ന് തന്നെ ഇരിക്കെ ആധുനിക കാലത്ത് കുട്ടികളുടെ ജിജ്ഞാസയെ നാം കൈകാര്യം ചെയ്യേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള അടിച്ചമർത്തലുകളിലൂടെ അല്ല. ആധുനിക കാലത്തെ സംബന്ധിച്ചുള്ള അറിവ് നാം നേടണം. ആ അറിവ് അവരിലേക്ക് പകർന്നു നൽകി അവരുടെ ജിജ്ഞാസ ശമിപ്പിക്കുന്നതിലൂടെ തന്നെ അവരെ പരമ്പരാഗത മൂല്യങ്ങളിലേക്ക് നാം നയിക്കുകയും വേണം. ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, സമയം ചിലവഴിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സമയം അറിവ് നേടുവാൻ ചിലവഴിക്കണം. ആ അറിവ് നമ്മുടെ കുട്ടികളിലേക്ക് കൃത്യമായിട്ടുള്ള ശരിയായ രീതിയിൽ പകർന്ന് നൽകുവാൻ നാം അത് വിനിയോഗിക്കണം. അത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടേറിയ എന്നാൽ വളരെയധികം ഉത്തരവാദിത്വമുള്ളൊരു കൃത്യമാണ് മാതാക്കൾ ചെയ്യണമെന്ന് മോഹൻജി ഭാഗവത് അഭിപ്രായപ്പെട്ടത്. ആ അഭിപ്രായം വളരെ പ്രസക്തമായ ഒന്നാണ് ഈ കാലഘട്ടത്തിൽ. അല്ലാതെ പാറ്റകളുടെ ആഭാസ സമരത്തെ അനുകൂലിച്ചല്ല അദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞത്. അത് കൃത്യമായി മനസ്സിലാക്കുക പ്രേക്ഷകർ. എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്, എവിടെയാണ്, ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത്? മഹിളാ സംഘടനയുടെ ഒരു മഹാസമ്മേളനം, മഹിളകളുടെ സമ്മേളനം, മാതാക്കളുടെ ഒരു മഹാസമ്മേളനം, അമ്മമാരുടെ സമ്മേളനത്തിൽ അമ്മമാരോടാണ് അദ്ദേഹം തൻ്റെ അഭിപ്രായം പങ്കുവെച്ചത്. വളരെ മനോഹരമായൊരു പ്രസംഗമാണ്. തർജിമ താമസിയാതെ പ്രേക്ഷകരുടെ മുമ്പിൽ തത്വമേ ന്യൂസ് അവതരിപ്പിക്കുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഏഷ്യാനെറ്റ് ന്യൂസ് ഇതാണ് ഈ കുട്ടികളുടെ ജിജ്ഞാസ മാതാക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് മോഹൻജി ഭാഗവത്തിൻ്റെ അഭിപ്രായമാണ് സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി പാറ്റാ സമരത്തിന്, ആ ആഭാസ സമരത്തിന്, ഗുണ്ടകളുടെ സമരത്തിന് പിന്തുണ നൽകുന്ന തരത്തിൽ മോഹൻജി ഭാഗവത് പ്രസ്താവന ഇറക്കി എന്നുള്ള തോന്നലുളവാക്കുന്ന ഈ ന്യൂസ് കാർഡ് പ്രസിദ്ധീകരിച്ചത്. ആ ന്യൂസ് കാർഡ് വീണ്ടും ഒന്ന് സ്ക്രീനിൽ കാണിക്കാം, കണ്ടു നോക്കൂ. ഒന്നും പറയുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിയമത്തിൻ്റെ പിടി തങ്ങളുടെ മേൽ മുറുകാത്ത തരത്തിൽ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ, വ്യാജയാഖ്യാനങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ അഗ്രഗണ്യരാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയാതെ വയ്യ. മലയാളത്തിലെ ആദ്യത്തെ സാറ്റലൈറ്റ് ചാനലാണ് എന്നൊക്കെയുള്ള അഭിമാനം അവർക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ഒരു അഭിമാനം കൂടി അവർക്ക് എടുത്തണിയാണ്. വ്യാജ വാർത്തകൾ, വ്യാജയാഖ്യാനങ്ങൾ പടർത്തുന്നതിൽ, പ്രചരിപ്പിക്കുന്നതിൽ ഞങ്ങളെ വെല്ലാൻ തൽക്കാലം ആരുമില്ല. ഷഡ്കാല ഗോവിന്ദമാരാരോട് ഇടയാൻ തൽക്കാലം ഞാനേ ഉള്ളൂ. പക്ഷേ ഷഡ്കാല ഗോവിന്ദമാരാരോട് ഇടയാൻ ഒരു മുട്ട വരുന്നുണ്ട്, നിങ്ങളുടെ ഒപ്പം തന്നെ കയറി. ഇനി നിങ്ങൾ തമ്മിലാണ് മത്സരം, വ്യാജ വാർത്തകളുടെ ഇടയിൽപ്പെട്ട്. അതിനിടയിൽപ്പെട്ട് ഞെരുങ്ങുന്നത് കൃത്യമായിട്ട് ഇവർക്കൊക്കെ വ്യൂവർഷിപ്പും TRP റേറ്റിങ്ങും ഉണ്ടാക്കി കൊടുക്കുന്ന എന്നെയും നിങ്ങളെയും പോലുള്ള പ്രേക്ഷകരാണ്. എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണം, കുട്ടികളുടെ ജിജ്ഞാസ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ച് മോഹൻജി ഭാഗവത് വളരെ മനോഹരമായിട്ടുള്ളൊരു അഭിപ്രായം മാതാക്കളുമായി പങ്കുവച്ചു. ഇത്തരത്തിലുള്ള വ്യാജ വാർത്താ പ്രചാരകരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ഉടനെയെങ്ങും അഭിപ്രായം പങ്കുവയ്ക്കുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മോഹൻജി ഭാഗവത്തിൻ്റെ അടിസ്ഥാന അഭിപ്രായങ്ങൾക്ക്, ഇതിനെ സംബന്ധിച്ചുള്ള അടിസ്ഥാന അഭിപ്രായങ്ങൾക്ക് കാത്തു നിൽക്കാതെ പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇത്തരത്തിലുള്ള വ്യാജ വാർത്താ പ്രചാരകരെ, വ്യാജ വ്യാഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്നവരെ, പ്രചരിപ്പിക്കുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമേ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.